ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പീരിയഡ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് തീരെ വെയ്യായിരുന്നു. അതിൻ്റെ കൂടെ പനിയും ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഫുൾ കടത്തായിരുന്നു കേട്ടോ. PCODൻ്റെ തുടക്കമാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു, എല്ലാം ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. 2-3 ദിവസം നമ്മളിങ്ങനെ കടന്നു കഴിഞ്ഞാൽ വീടിൻ്റെ അവസ്ഥ എന്താക്കാരെന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ നിങ്ങൾക്കൊന്നും. അപ്പോൾ ആദ്യം നമ്മളെ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി ഇട്ടിട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ നീക്കണ ഒച്ചയ്ക്കിന് ഓല് നീച്ച് വന്നിട്ടോ. ഓല് രണ്ടാളോ നീച്ച് വന്നത് ഓരോരുത്തരുടെ കോലം കണ്ടില്ല, ഉറക്കത്ത് നീച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ തലേന്ന് ഇതാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലേക്കൊക്കെ ഫുഡ് നമുക്ക് കൊണ്ടുവന്നിങ്ങാണ്ട് ഇവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഫുഡ് അവിടെ കൊണ്ടുവന്ന് വെച്ചിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട്. തലേന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ ആ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ അവിടെ വെച്ചിക്കാണ്. നാളെ ആണെങ്കിൽ സ്കൂളും തുറക്കുകയാണ് കേട്ടോ. ഒരുപാട് പണികളുണ്ട്. ഇനി കടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. പക്ഷേ വയറുവേദന നന്നായിട്ടുണ്ട് കേട്ടോ. 3-4 മാസം കഴിഞ്ഞിട്ടാവുമ്പോൾ എന്താണെങ്കിലും ഇപ്പം ഇങ്ങനെ തന്നെ ആക്കാമല്ലോ. പിന്നെ ഇതാ ടേബിളിൻ്റെ ഒക്കെ കോലം കണ്ടില്ലേ. സ്കൂൾ തുറക്കലും പരീക്ഷയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാനും ഉണ്ടായിരുന്നു. ഇപ്പം ബാഗൊക്കെ ഇതാ ഓല് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ലഞ്ച് ബോക്സും ബാഗൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. 10-15 ദിവസമായിട്ട് സ്കൂൾ ഉണ്ടായില്ല, വിൻ്റർ ബ്രേക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ ഓൻ എന്ത് ചെയ്ത് കൊടുത്തേക്കാറുണ്ട് കേട്ടോ. ടേബിൾ ഒഴിവാക്കിയാലുള്ളല്ലോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടീപ്പോയിമ്മ എന്നിട്ടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുക. ടേബിൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല കേട്ടോ. അപ്പോൾ അതാ മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ കുട്ടികൾക്ക് സ്കൂൾക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ കൊടുക്കൽ. രാവിലെ മുട്ട കൊടുക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കൂൾക്ക് ഞാൻ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കലാണ് കേട്ടോ. പിന്നെ സ്കൂൾക്ക് കൊണ്ടുപോകാൻ കേക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് അവിടെ എടുത്ത് വെച്ചോളൂ. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പോഴത്തേക്ക് വന്ന് പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു ഫ്രിഡ്ജിൽ ഒതുക്കി പെറുക്കി വെച്ചു. അപ്പോഴത്തേക്കിന് മോന് പ്ലേറ്റൊക്കെ കൊടുന്ന് വെച്ചിട്ടോ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞങ്ങാണ്ട്. ചായയും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറാട്ട കൊണ്ടുവരണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഭൂരിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഭൂരിയും മുട്ട റോസ്റ്റ് പിന്നെ ചട്ടിനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭൂരി കേസ്ട്രോൾക്ക് ഇടാൻ പറഞ്ഞപ്പോൾ കേസ്ട്രോൾക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും മോളും വന്നിട്ടോ. പിന്നെ മോൾ വന്നാൽ പിന്നെ എല്ലാ പണികളും മോളെന്ത് ചെയ്തോളും. പിന്നെ നമുക്കൊക്കെ ഇങ്ങനെ ആവണ സമയത്തേ ഇപ്പം മക്കൾക്കും മനസ്സിലാവൽ തുടങ്ങിക്കുന്നു കേട്ടോ എന്താണ് ഇങ്ങനെയൊക്കെയെന്നുള്ളത്. ഇപ്പോൾ വലിയ മോളൊക്കെ ഇപ്പോൾ വലിയ കുട്ടിയായില്ല. അപ്പോൾ ഓൾക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾക്കും അറിയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഹെൽപ്പിന് പോളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ടേബിളുമ്മ കുറേ കള്ളനും പോലീസും കളിച്ചത് പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ നീന്ത്രപ്പഴം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു ഭാഗത്ത് വെച്ചു. ഇനി സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാൻ കേട്ടോ. പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഓലത് കഴിഞ്ഞിട്ട് ഓല് വീണ്ടും പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളില്ല ദിവസമാണെന്നുണ്ടെങ്കിൽ എല്ലാ ഹെൽപ്പിനും ഓലുണ്ടാവും കേട്ടോ. ഇല്ലെങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ട്. പക്ഷെ എന്നാലും മക്കളുണ്ടാവുകൊണ്ട് നമുക്കൊരു ഭാഗത്ത് കടക്കാം. പക്ഷെ ഓലാകെ വൃത്തികേടാക്കിയിടും. കിച്ചണ് പിന്നെ കുറേ നീറ്റാട്ടോ. പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മോള് മോറി വെക്കും. പിന്നെ ഓളെക്കൊണ്ട് വയ്ക്കണ മാതിരിക്ക് ഓളെല്ലാം ക്ലീനാക്കി വെക്കും കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓളാണ് കിച്ചണൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞാൻ നീ കൊടുന്ന കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇവിടെയും വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ മുട്ട ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് ഞാൻ പിസ്ത കൊടുത്തയക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ അതൊക്കെ ഓരോന്നും ഇങ്ങനെ കുപ്പിയിലാക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കി വന്ന പിസ്ത ഞാനൊരു കീസൊക്കെ കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ലത് നോക്കിങ്ങാണ്ട് എന്ത് ചെയ്യണം, എടുത്ത് വെക്കണം. എൻ്റെ മക്കളെ പരിപാടിയാണ് കേട്ടോ. പിസ്തൻ്റെ തോലും കൂടി അതിലിടും. അത് കുപ്പി കൊണ്ട് പോകുമ്പോൾ പിന്നെ ആ തോലും കൂടി അതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായി, പിന്നെ ഒലിക്ക് പൊറുക്കിയിടണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കടക്കിലായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫുഡ് ആയിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഓല ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ബാക്കിയുള്ളതൊക്കെ അതിൽ വെച്ചു, അത് അവിടെ എടുത്ത് വെച്ചു. ബാക്കി വന്നത് ഞാൻ ഈ കീസിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഇന്നും കൂടി പൊറുക്കിങ്ങാണ്ട് മാറ്റിയേക്കാണ് കേട്ടോ. അപ്പോൾ നാളെ അത് സ്കൂൾക്ക് അത് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച്. ഇത്രയും തോലിൻ്റെ മക്കൾ അതിൽ തന്നെ ഇട്ടതാണ് കേട്ടോ. അതാണ് പിസ്തൻ്റെ തോട്. പിന്നെ ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയിട്ടുണ്ടായില്ല കേട്ടോ. ഒന്നാമത് എനിക്കൊന്നും പറയാനും വയ്യ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ പൂട്ടിയതും അല്ലേ. അപ്പോൾ എവിടേക്കും പോകാനും കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന സമയത്ത് ഓൽക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ നാട്ടിൽ നിന്ന് ഓടുന്ന കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കേടെന്നതും ഇതാക്കിയതൊക്കെ ഞാൻ എന്ത് ചെയ്താണ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വന്ന കുറച്ച് ചിപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചിപ്സ് ഞാൻ എന്ത് ചെയ്യുക, ഒരു കുപ്പിയിലാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഇക്കാക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ചിപ്സ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ടിഷ്യൂ പേപ്പർ ഇട്ടുങ്ങാണ്ട് ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്കത് എന്ത് ചെയ്യുക, ഒരു ബോട്ടിലാക്കി വെക്കട്ടോ. പിന്നെ ബേക്കറിയും കാര്യങ്ങളൊക്കെ കയ്യിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി അപ്പത്തിന് ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് വരും കേട്ടോ. അപ്പോൾ നമുക്കത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊണ്ടുവന്ന് തരി അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ബേക്കറിക്ക് ഒരു പഞ്ചൊന്നുമില്ല. അപ്പോൾ എന്താ എല്ലാം ഇതിൽ ഓരോ കുപ്പിയിലാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ
ഈ ബോട്ടിൽ കഴുകാനായിട്ടുണ്ട് കേട്ടോ, എന്നും എടുത്ത് കഴുകണം വിചാരിക്കും, പിന്നെ അങ്ങനെ മറക്കും കേട്ടോ. പിന്നെ അതിൽ ബാക്കി വന്നത് പിന്നെ അതിൽ തന്നെ സ്റ്റോർ ചെയ്തെങ്ങാണ്ട് എന്ത് ചെയ്യാൻ എടുത്ത് വെക്കുകയാണ്. പിന്നെ വേസ്റ്റൊക്കെ എന്ത് ചെയ്യുക ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ബാക്കി വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക കൊണ്ടുപോയി ഇടാം. പിന്നെ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ പാത്രങ്ങൾ കുറച്ച് എന്ത് ചെയ്യാണ്ടായിരുന്നു, കഴുകാണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചായ കുടിച്ചല്ലോ, അപ്പോൾ ചായ കുടിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്ടായിരുന്നു, കഴുകാണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെക്കാം. മോള് ചോദിച്ചിട്ടോ ഞാൻ കഴുകണമെന്നില്ലതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പഠിച്ചോ, ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അറിയാലോ, വീട്ടിൽ ആളുണ്ടെങ്കിൽ 5 സ്പൂൺ 5 ഗ്ലാസ് 5 പ്ലേറ്റ് ഇറങ്ങാണ്ട് എല്ലാത്തിനും ഒരു പ്ലേറ്റും ഗ്ലാസും എല്ലാത്തിനും വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒക്കെ ഓല് കൊടുന്നിടുന്നതൊക്കെ ഓളാണ് കഴുകി വെക്കൽ. കുറച്ച് ദിവസമായിട്ട് ഓൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, ഞാനിങ്ങനെ കിടക്കണോണ്ട് തന്നെ. എന്നാലും ചില സമയത്തൊക്കെ തന്നെ ഫുഡ് കൊണ്ടുവരും കേട്ടോ. പിന്നെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കലൊന്നും ഉണ്ടായില്ല, അധികം കുറച്ച് ദിവസമായിട്ട് പുറത്തുനിന്ന് തന്നെ ആയിരുന്നു ഫുഡ്. പിന്നെ ഞങ്ങൾ നീക്കണ സമയമാകുമ്പോഴത്തേന് കുറച്ച് നേരം വഴുകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കുറച്ച് ദിവസമായിട്ട് പോയിരുന്നത്. പിന്നെ ബാക്കി വന്ന സാധനങ്ങളും അതും ഇതും ഒക്കെ എന്ത് ചെയ്യാണ്ടായിരുന്നു, ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഫ്രണ്ട് ഇന്നലെ ബിരിയാണി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ട് കേട്ടോ കുറച്ച് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇക്കാരണം ഫുഡ് ഞാൻ കൊണ്ടുവന്നോളാം, ഈ എൻ്റെ പണിയാൾ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ പണികൾ ഇതാ തുടർന്നു കൊണ്ടേ ഇരിക്കണ്ട. പിന്നെ അറിയാമല്ലോ, നമ്മൾ 2 ദിവസമാണെങ്കിലും 1 ദിവസമാണെങ്കിലും നമ്മൾ കടന്ന തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ലോഡ് പണി ഉണ്ടാവും എടുത്ത് തീർക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഫോണുമ്മ ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. ഫോണുമ്മ കളിക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് കഴുകി വെച്ചു. കുറച്ച് ദിവസമായിട്ട് ഗ്യാസുമ്മൊന്നും ഒരു പരിപാടിയൊന്നും ഇല്ലാന്നൊരു വല്ലാതെ അലമ്പായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു. ഇനിയിപ്പോൾ നാളെ തൊട്ട് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വീണ്ടും നമ്മളെ യുദ്ധം തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമുക്ക് ഈ സമയത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ട് പറഞ്ഞാൽ എനിക്ക് 2-3 ദിവസം ഈ തുടക്കത്തിൽ ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ആക്കാരം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ശരിയാവും കേട്ടോ. അപ്പോഴത്തേക്കും ഇതാ പാവം ഇക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ബർഗറും കേക്കും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. റെഡ് ഫോറസ്റ്റ് കേക്കാണ് കൊണ്ടുവന്നിട്ടില്ല. അപ്പത്തിനൊരു പീസ് അതിന് പോയിട്ടുണ്ട് കേട്ടോ. 3 പീസേ എന്ത് ചെയ്തിട്ടുള്ളൂ, കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരു പീസ് ഇവർ രണ്ടാളും ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. 3 പീസ് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ. ഒന്നാമത് ഷുഗർ ആയതുകൊണ്ട് ഞാൻ അപ്പോൾ അധികം പഞ്ചസാര ഇട്ടുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കലില്ല. ഇക്ക വന്നേക്കിന് ഇക്ക ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ബാക്കിയിൽ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇൻ്റെതും മോളതും മക്കളതൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇതാണെന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്കിൽ എന്താണ് ബർഗർ. പക്ഷെ എന്നാലും കുറച്ച് ബിരിയാണി ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. പിന്നെ ദൈക്ക വന്നപ്പം ഈ 2 നട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 ഒരു നട്ട്സ് തന്നെ കേട്ടോ, മക്കാഡമിയ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തേക്കാൻ ചോക്ലേറ്റ്, കേക്ക്, പിന്നെ ന്യൂട്രല്ല. ഇത് ഞങ്ങൾക്ക് ഒരു മാസം ഒരു കുപ്പി ഫുള്ള് ന്യൂട്രല്ല വേണം കേട്ടോ. എന്നാലും എൻ്റെ മക്കൾക്ക് സന്തോഷമാവുള്ളൂ ബ്രെഡൊക്കെ ഇങ്ങനെ തേച്ച് തിന്നാൻ. എത്ര കഴിക്കരുത് പറഞ്ഞാലും അത് പറഞ്ഞാൽ കേൾക്കില്ല, എപ്പോഴും ന്യൂട്രല്ല കാണണം കേട്ടോ. അപ്പോൾ ബ്രെഡ് ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, ഒരു പാത്രത്തിൽ എന്ത് ചെയ്യുക എടുത്ത് വെച്ചിങ്ങാണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഹെൽപ്പിന് ഇടയ്ക്ക് മോളൊന്ന് വരും കേട്ടോ, സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തേക്കാനും ഇതാക്കി വെക്കാനൊക്കെ ഒന്ന് വരും. പഠിച്ചതിൻ്റെ അടിയിൽ കൂടി ഒന്ന് വന്നുങ്ങാണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് പോകട്ടോ. എന്തെങ്കിലും പണിയുണ്ടോ വെച്ചിങ്ങാണ്ട് വരും കേട്ടോ. പഠിക്കാൻ പറഞ്ഞാൽ ഒരു മടിയാണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഇന്നലെ കൊടുത്തയച്ച ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് ചൂടാക്കട്ടെ. അപ്പോൾ മോൾക്കും ബിരിയാണി വേണമെന്ന് പറഞ്ഞു കേട്ടോ, വലുതിന്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ബിരിയാണിയാണ് കഴിക്കുന്നത്. അപ്പോൾ ബാക്കി വന്ന കേക്കും കാര്യങ്ങളും ഓൾ ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഓഫർ ഉണ്ടാകുന്ന സമയത്ത് ഒന്നായിട്ട് കൊണ്ടുവന്ന് വെക്കുക. കാരണം സ്കൂൾക്ക് എന്താണെങ്കിലും കൊടുത്തേക്കണം. അപ്പോൾ കൊടുത്തേക്കണ കൂട്ടത്തിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്ക കുറച്ച് അധികം കൊണ്ട് കേട്ടോ. ഇക്ക കമ്പനിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ലയാനിക്ക്. അപ്പോൾ പിന്നെ വീട്ടിലേക്കെല്ലാം കൂടി കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ മക്കാഡമിയ, അതിൻ്റെ പേരാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതൊരു പാത്രത്തിലാക്കിയിട്ട് അതും ഞാൻ എന്ത് ചെയ്യാണ്, ടേബിളുമ്മ കൊണ്ടുപോയി വെക്കാനുണ്ട്. അപ്പോൾ ഇതിനൊരു ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ട് കേട്ടോ. ഇത് സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തുറക്കാൻ പറ്റുള്ളൂ. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതൊരു സംഭവമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കഴിക്കാനും നല്ല നല്ല ക്രഞ്ചിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തുറക്കാൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ആമ്പറും വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അടിച്ച് പൊട്ടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കൊണ്ടുപോയിക്കട്ടോ. അത് ടീപ്പോയിമേടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വാണ്ടോല അവിടെ പോയിരുന്നങ്ങാണ്ട് അടങ്ങിയിരുന്ന് തിന്നോളൂ കേട്ടോ. കാരണം ഇത് തിന്നണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ അടങ്ങിയിരുന്ന് മാത്രമേ തിന്നാൻ കഴിയുള്ളൂ, ഒറ്റയടിക്ക് ഇങ്ങനെ തിന്നാൻ കഴിയൂല കേട്ടോ. പിന്നെ ബാക്കി വന്ന കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ്, ഞാൻ ആ പാത്രത്തിൽ ഇട്ടേക്കാണ് കേട്ടോ. അച്ചാറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നിൽ ചമ്മന്തിയും ഒന്നിൽ അച്ചാറുമാണ് കേട്ടോ. ഒന്ന് നാരങ്ങ അച്ചാറുമാണ്,
ഒന്ന് പിന്നെ മുളക് ചമ്മന്തിയാണ് കേട്ടോ. അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ബാക്കി കുറച്ച് ചീനാപ്പറങ്കി അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, കാരണം ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഇന്ന് പൂരി എന്നല്ലേ, അപ്പോൾ പൂരി കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തൈര് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ പീസ് കുറവാണ്. അപ്പോൾ മോൾക്ക് പീസ് മോൾക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ മോൾ പറഞ്ഞു എനിക്ക് പീസ് വേണ്ട, അവൾക്ക് വെറും റൈസാണ് ഇഷ്ടം. അപ്പോൾ ബാക്കിയുള്ള ചോറ് ഇവിടെ നിന്ന് ഇരുന്നങ്ങാണ്ട് കഴിക്കുകയാണ്. ടി വിൻ്റെ മുന്നിൽ പോയിട്ടുണ്ട് വായിക്ക് കിട്ടുമ്പോഴൊരു റായത്താവുള്ളൂ കേട്ടോ. അത് പിന്നെ ചെറുപ്പം മുതലേ പടിഞ്ഞൊരു ശീലമാണ്. അപ്പം അതിനൊരു മാറ്റമല്ല കേട്ടോ. ടി വി കാണും ചോറയ്ക്കലും അത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. ടി വി ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോണ്, പക്ഷെ ഫോണിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ടി വി ഇല്ലെങ്കിലുള്ളൂ ഫോണുമ്മേ ഇരിക്കുള്ളൂ കേട്ടോ. അധികം ഈ ടി വി തന്നെ, ടി വിൻ്റെ മുന്നിൽ പോയി കണ്ട് ഇരിക്കട്ടോ. പിന്നെ പണികൾ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടിച്ചു വരാനൊക്കെ നിന്നിട്ടില്ല. അത് നേരെ 4 മണി ആയിക്കണം കേട്ടോ ഭക്ഷണം കഴിച്ചപ്പത്തിന്. എന്നാലും കുഴപ്പമൊന്നുമില്ല. എവിടെ പിന്നെ ആരും വന്നു നോക്കാനൊന്നും ഇല്ലല്ലോ, ചെയ്തോ നോക്കിയൊന്നുമില്ല. അവനവൻ്റെ പണിയെടുത്തങ്ങാണ്ട് അങ്ങനെ നടക്കട്ടോ. പിന്നെ ഹെൽപ്പിനൊക്കെ മക്കളുണ്ട്, മക്കളൊന്നും കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോനിന്ന് കളിയുണ്ട്, അപ്പോൾ ഓന് കളിക്കാൻ പോകണം രാത്രി. അപ്പോൾ ഓന് കളിക്കാൻ പോകുമ്പോഴത്തേനും ഓന് എന്ത് ചെയ്യും, കുളിച്ചിങ്ങാണ്ടൊക്കെ റെഡി ആവും കേട്ടോ. ഇനി ആ വജ്ജിക്കൂടിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടിച്ചുവാരി കൊടുത്തു കഴിഞ്ഞാൽ മോള് തുടക്കും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്യുക, ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണ്. ചവിട്ടിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിങ്ങാണ്ട് എന്ത് ചെയ്യാണ്, ഒന്ന് അടിച്ചുവാരി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കൂടുതൽ ഇങ്ങനെ അലമ്പായി വീട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബംഗാളിനെ വിളിച്ചിങ്ങാണ്ട് എന്ത് ചെയ്യലാണ്, ക്ലീൻ ചെയ്യിപ്പിച്ചലാണ് കേട്ടോ. അല്ലാതെ പൊക്കപ്പാടെ ചിലപ്പോൾ കഴിയൂല. അപ്പോൾ അതാ മോൾ തന്നെയാണ് എന്ത് ചെയ്യണത്, തുടക്കുന്നുണ്ട്. അടിച്ചുവാരി കൊടുത്തു കഴിഞ്ഞാൽ മോള് ഈസി ആയിട്ട് എന്ത് ചെയ്യും, തുടച്ചെടുക്കും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തുടക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാകൊണ്ട് വല്ലാതെ പരിപാടി ഇല്ലല്ലോ. വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാനായിട്ട്, ക്ലീൻ ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ എപ്പോഴും പറയട്ടോ, കളിയാക്കും. ഇനി ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേക്ക് പിന്നെ ആ തുടക്കണ ഒരു മെഷീൻ ഉണ്ടല്ലോ, എന്താ അപ്പം അതിൻ്റെ പേര് എനിക്കറിയില്ല, റോബോട്ട്, അതൊന്ന് മേടിക്കണം, ഉമ്മച്ചിക്ക് ഭയങ്കര ഹെൽപ്പാവും എന്നൊക്കെ പറയട്ടെ എപ്പോഴും. എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അലമ്പാണ് സമയത്ത് അതും സ്വിച്ച് ഓൺ ആക്കി കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അതാ ഞാൻ ബെഡ്ഷീറ്റ് ഇപ്പോൾ ഈ പുതപ്പ് ഇവിടെ നിർബന്ധമാണ് കേട്ടോ. ഒന്നാമത് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് എല്ലാവർക്കും കാലുമ്മ പുതപ്പ് വേണം സോഫയിലിരിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ അടന്ന് ഒരു പുതപ്പായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഊഞ്ഞാൽമത്തെ സോഫൻ്റെ പില്ലൊക്കെ ആകെ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്തു, വൃത്തിയാക്കി വെച്ചു. ടേബിളിൻ്റെ അടിയിൽ നിന്നാണ് കേട്ടോ ഇത്രയും പേപ്പറും കാര്യങ്ങളൊക്കെ പോരുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, വേസ്റ്റൊക്കെ ഒന്ന് ക്ലീനാക്കി മുറത്തൊക്കെ കോരി എടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തടി കുറഞ്ഞോ അതോ തടി കൂടിയിരിക്കുകയാണോ. ചിലർ പറയും തടി കൂടിയിരിക്കുകയാണ്, ചിലർ പറയും തടി കുറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ തോന്നണേ വെച്ചാൽ എന്തായാലും ഒന്ന് പറയണം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ തടി കൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഒന്നുകൂടെ. ഈ മക്കളുടെ റൂമിൻ്റെ ഉള്ളത്തെ കബോർഡിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കട്ടോ. ഓല സ്പ്രേ കുപ്പിയോ ഓല ക്രീം കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും, അവിടെ ഇവിടെയൊക്കെ വലിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിപ്പെറുക്കി വെക്കുകയാണ്. പിന്നെ ക്രീമുകളാണ് കേട്ടോ ഇതൊക്കെ, ഓരോരുത്തർക്കും ഓരോ ക്രീമാണ്. അപ്പോൾ ആ ക്രീമുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഭാഗത്ത് വെച്ചു. പിന്നെ സൈക്കിളൊന്ന് മാറ്റിയൊക്കെ ഉണ്ടായിരുന്നു. സൈക്കിൾ കുറച്ച് നേരം ഓട്ടും, ഭയങ്കര വെയിറ്റ് ആട്ടോ ഈ സൈക്കിൾ. കാലുമ്മ എങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. ഞാൻ എപ്പോഴും അതിന് തിരക്കൂടും കേട്ടോ. അതൊന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറ്റി വെച്ചുകൂടെയെന്ന് വെച്ചെങ്ങാണ്ട് ഭയങ്കര സ്പീഡാണത്. കാരണം നമ്മൾ നാട്ടിലത്തെ സ്കൂട്ടർ ഉണ്ടല്ലോ അതിൻ്റെ അതേ ഫങ്ഷനായിട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നല്ല സ്പീഡുമാണ്, ഭയങ്കര വേദനയായിട്ടോ കാലുമ്മ എങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇക്ക അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഇക്ക പുറത്ത് പോയിരുന്നു. അപ്പോൾ കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് എന്താണ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലും പൂളിയും വെക്കാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായിക്കണം. അപ്പോൾ എന്നോട് കുറേ ആയിക്കണം എല്ലും പൂളിയൊക്കെ ഒന്ന് ഉണ്ടാക്കി തരുകൊണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് എല്ലും പൂളിയൊക്കെ എന്ത് ചെയ്യാണ്, റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. അതന്നെ നമ്മളെ കപ്പ ബിരിയാണി ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കപ്പ ബിരിയാണി നാട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഫുഡ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും കപ്പ ബിരിയാണിയാണ്. ഞങ്ങൾ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഇക്കാൻ്റെ അമ്മ എല്ലും അതായത് ബീഫും വാങ്ങിക്കൊണ്ടുവന്ന അപ്പം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ഇക്കാക്ക്. കപ്പ ബിരിയാണി പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇറച്ചിയും പൂടിയും എന്നാട്ടോ പറയാം. അത് പിന്നെ ഇവിടെ അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലിൻ്റെ കൂട്ടത്തിൽ അതിൽക്കൂടി കുറച്ച് പിന്നെ പൂളിയും കൂടി ഇട്ടുങ്ങാണ് കുക്കറിൽ വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അതെന്താണ് ഇറച്ചിയും പുളിയായി കേട്ടോ. അത് 10 മണിക്കൊക്കെ ആയിട്ട് കഴിക്കും. പക്ഷേ ഇവിടെ മക്കൾക്കും ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പൊതുവേ അത് കഴിക്കലില്ല കേട്ടോ. കാരണം ഷുഗർ ഉള്ളവർക്ക് ഈ കപ്പ അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം എന്ത് ചെയ്യലുണ്ട്, ഒഴിവാക്കലുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എനിക്ക് കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയൊക്കെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ളത്. പിന്നെ ഈ അമ്മി ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ വലുതായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ചെറുത് അവരെ കൊണ്ട് മുറിപ്പിച്ചങ്ങാണ്ട് വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ ആവശ്യത്തിന് മാത്രമുള്ളത്. അപ്പോൾ അതിന് സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യാണ്, മാറ്റി വെക്കാണ്ട്. ഇത് ചെറുതാണ്, ഓല് മുറിച്ചങ്ങാണ്ട് തരും കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ളത്. അപ്പോൾ ഓല് മുറിച്ചതൊന്നും ഷേപ്പായിട്ടൊന്നുമില്ല, എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ കുക്കർ എന്ത് ചെയ്തിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീഫും എല്ലും ഉണ്ട് കേട്ടോ, രണ്ടും ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാൻ തട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതേമാതിരിക്ക് ഇക്കാക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് പോവുകയാണെങ്കിൽ, ഞങ്ങളൊന്നും ഇല്ലാതെ ഇക്ക പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇക്ക മേടിച്ചുകൊണ്ട് പോരും കേട്ടോ, ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. എല്ലും പുളിയൊക്കെ ഇനിയിപ്പോൾ ഇക്ക കൊണ്ടുവന്ന പൂളയാണ്, എങ്ങനെയുണ്ട് എന്താ ഒന്നും അറിയില്ല. പിന്നെ ഇപ്പോൾ പൂള നോക്കാനൊന്നും എനിക്കും അറിയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളെ പച്ചക്കറികളൊക്കെ അതിൽ തട്ടിക്കൊടുക്കുക, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഒക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ഈ പുറത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാ ഫുഡുകളും നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനായിട്ട് പറ്റും. ഇജാതി ഫുഡുകളൊക്കെ നമ്മൾ തന്നെ ഇവിടെ എന്ത് ചെയ്യണം, കുക്ക് ചെയ്ത് കഴിക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ നാട്ടിലൊക്കെയാണ് തട്ടുകടയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കിട്ടും. പക്ഷെ എന്നാലും ഇവിടെയും ചില ഹോട്ടലിലൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ അത്ര നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റോ അല്ലെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റോ നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റോ ഒന്നും ചിലപ്പോൾ എനിക്കത് തോന്നിയിട്ടില്ല കേട്ടോ. അവിടെയും കപ്പ ബിരിയാണി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് എന്തായാലും ഇത് വരില്ല കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ നല്ല കപ്പ കൊണ്ടുവന്നിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാക്കാറ്. പക്ഷേ ഇവിടുത്തെ കപ്പ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ തീയൊന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, കുക്കർ അടുക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, കുക്കർ ഒന്ന് അടച്ചേക്കുക. ഇനി ഇതാ കപ്പ ഒന്ന് എന്ത് ചെയ്യാനുണ്ട്, തൊലിച്ചെടുത്തേക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, എടുത്തൊക്കെ കേട്ടോ. അപ്പോൾ ഇക്ക കൊണ്ടുവന്നതാണ്, എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ അധികം ഫ്രോസൺ ആട്ടോ മേടിക്കൽ. ഈ ഫ്രഷ് മേടിക്കേണ്ടാറ് എനിക്ക് തോന്നിയിട്ടില്ല, ചിലപ്പോൾ നല്ലത് ഫ്രോസൺ മേടിക്കുമ്പോഴാക്കാറ് കേട്ടോ. അപ്പോൾ ഇക്ക ഫ്രഷ് മേടിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. ഇന്തോനേഷ്യൻ്റെ കപ്പയാണ് കേട്ടോ, നമ്മളെ കേരളത്തിൻ്റെ കപ്പൊന്നുമല്ല. കേരളം ഇപ്പം ഇനി അത് പറഞ്ഞ് കളിയാക്കണ്ട, നമ്മളെ കേരളത്തിൻ്റെ കപ്പല്ല. കപ്പ എപ്പോഴും കേരളത്തിൽ നിന്നാണല്ലോ എക്സ്പോർട്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടുക്കണോ എന്നറിയില്ല. ഞാൻ ചിലപ്പോൾ അതൊക്കെ വായിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് തൊലിച്ചൊക്കെ ബാക്കിയുള്ളത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളത് അവർ കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുക്കർ എന്ത് ചെയ്യുക, അത് അടച്ചേക്കെ കേട്ടോ. പിന്നെ മോനോട് വേസ്റ്റ് കൊണ്ടിടാൻ പറഞ്ഞു കേട്ടോ. ഓന് പോവാൻ റെഡിയാവാൻ നിൽക്കിയിരുന്നു. അപ്പോൾ ആ വേസ്റ്റ് ഒന്ന് കൊണ്ടിടേന്ന് പറഞ്ഞപ്പോൾ ഓന് മണ്ടി പോയി കൊണ്ടുപോയിക്കണം കേട്ടോ. ബാക്കിയുള്ള വേസ്റ്റ് ഞാനിവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിക്ക് എന്ത് ചെയ്യുക, കപ്പ തട്ടി കൊടുക്കുക, എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇക്കാരണം ഞാൻ വന്നിട്ടാണ് കഴിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയി കൊടുക്കലുണ്ട് മോനെ പന്തളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പോയി കൊടുക്കുന്നില്ല, ഒന്നാമത് എനിക്ക് വയറുവേദനയും ഒക്കെ ഒരു സുഖമില്ലാത്തൊരു ദിവസമാണ് ഇപ്പം ഇന്ന്. അപ്പോൾ മോൻ പറഞ്ഞു ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവിടെ കുറേ എല്ലാവരും ഉണ്ടാവും, അവിടെ വർത്താനം പറഞ്ഞിരിക്കലൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് പോകാനും എനിക്ക് വെയ്യെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തില്ല, ഞാൻ പോകണില്ല. അപ്പോൾ അവൻ്റെ പേരൊക്കെ എഴുതിയ ജെയ്സിയാണ് കേട്ടോ അവൻ ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് രാവിലേക്കൊക്കെ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ നാളെ സ്കൂൾ തുറക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇഡ്ഡലി റൈസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇഡ്ഡലി റൈസ് ഇല്ലെങ്കിൽ പച്ചരി ചേർത്ത് കൊടുത്താലും മതി. എന്നോട് ഇഡ്ഡലിൻ്റെ ബാറ്റർ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരുമുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുന്നേ ഞാനിത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് റൈസിൻ്റെ ഒരു പിടി മുന്നിൽ നിൽക്കണം കേട്ടോ, ഉഴുന്ന്. അപ്പോൾ ആവശ്യത്തിന് ഉഴുന്നെടുക്കണം. ഉഴുന്നെടുത്താൽ മാത്രമേ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുള്ളൂ. പിന്നെ ഇഡ്ഡലി ഉഴുന്ന് എടുക്കുന്ന സമയത്ത് ഒരു സ്പൂണോളം ഉലുവ എടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എന്ത് ചെയ്യുള്ളൂ കിട്ടുള്ളൂ. പിന്നെ ഇഡ്ഡലി ഒന്നുകൂടെ സോഫ്റ്റ് ആകാൻ ഇഡ്ഡലി റൈസും പിന്നെ അരിയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ കുതിരാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഐസ് കൊടുക്കാനെ നമ്മൾ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റ് ആവും കേട്ടോ. പിന്നെ ഇഡ്ഡലി ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ ഞാനൊരു കാര്യം കൂടി ഇതിൽ കാണിച്ചു തരാം. ഞാൻ ഉലുവ ഒരു സ്പൂണോളം എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ കൊണ്ടേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ വേണം ഇഡ്ഡലിൻ്റെ അരി അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക.
അല്ലെങ്കിൽ നല്ല ഐസ് ക്യൂബ് ഇട്ടുങ്ങാണ്ട് എന്ത് ചെയ്യുക അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും. അതായത് മിക്സിൻ്റെ ഉള്ളിൽ ചൂടാവും, കാരണം മിക്സി ചൂടാവുമ്പോൾ നമുക്കത് ചൂടായി കഴിഞ്ഞാൽ നമ്മളെ ഇഡ്ഡലിൻ്റെ ഉഴുന്ന് ശരിക്ക് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്ക് പൊന്തി കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസോ ഇട്ടുങ്ങാണ്ട് ഇഡ്ഡലി അരച്ചെടുക്കണം എന്ന് പറയുന്നത്. പിന്നെ ഇഡ്ഡലിക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർക്കലുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. കിട്ടൂല കേട്ടോ. അപ്പോൾ അതാണ് പറയണത്. അപ്പം ഞാനിതാ ഈ സ്റ്റീലിൻ്റെ ഈ പാത്രത്തിലാണ് കേട്ടോ റെഡിയാക്കി വെക്കൽ. ഇതിങ്ങനെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇതേപോലെ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ ബാച്ച് അരച്ചെടുക്കുക. ഇന്ന് നമുക്ക് ആവശ്യത്തിനില്ല അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു അരക്കപ്പോളം അരിപ്പൊടി എന്ത് ചെയ്യേണ്ടത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ചേർത്തുങ്ങാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അതും അരച്ചതിന് ശേഷമാണ് നമ്മൾ ചോറ് എന്ത് ചെയ്യണത് ആഡ് ചെയ്തങ്ങാണ്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അരിപ്പൊടി എന്ത് ചെയ്തിട്ടുണ്ട്, സാധാരണ അരിപ്പൊടിയാണ് കേട്ടോ, വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടി ഉപയോഗിച്ചാലും വേണ്ടിയില്ല, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 കയ്യിൽ ചോറ്, അതായത് നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് കേട്ടോ, അരി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ചോറ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 സ്പൂണ് മുതൽ 4 സ്പൂണ് വരെ നമുക്ക് എന്ത് ചെയ്യുക ചോറ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ 2 പൊടി ചോറ് എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടോ. അതിക്കും നല്ല തണുത്ത വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം അതും നന്നായിട്ട് അരച്ചതിന് ശേഷം അതും ഇതുപോലെ എന്ത് ചെയ്യുക ഒഴിച്ച് കൊടുക്കാം. പിന്നെ അത്യാവശ്യം ഞാൻ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ 2 ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇഡ്ഡലി ആയിട്ടോ പിറ്റേ ദിവസം ദോശയോ മസാല ദോശ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതായത് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുക. പിന്നെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഞാൻ ഓവൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെക്കണം കേട്ടോ. ഓവന് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ റൈസ് കുക്കർ ഉണ്ടല്ലോ, റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ വെച്ചാലും മതി. അല്ലെങ്കിൽ റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം പാർന്നങ്ങാണ്ട് അതിക്ക് ഇറക്കി വെച്ചാൽ, നല്ല ചൂടുവെള്ളം ഇറക്കി വെച്ചാലും നന്നായിട്ട് പൊന്തി കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യുക. പിന്നെ ചൂട് സമയത്ത് പിന്നെ പുറത്ത് വെച്ചാൽ തന്നെ അതെന്ത് ചെയ്യും, നന്നായിട്ട് തന്നെ പൊന്തി കിട്ടും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യാനുള്ളൂ, ഒരേപോലെ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഒരേപോലെ എന്ത് ചെയ്യണം, ഇത് പാത്രത്തിലാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ 4 പ്ലേറ്റേ ഉള്ളൂ, എനിക്ക് വേണ്ട. ഞാൻ രാത്രി ഇപ്പോൾ പൊതുവേ ഫുഡ് കഴിക്കലില്ല കേട്ടോ. ഇവർക്കിത് കൊടുത്ത് പാത്രം കഴുകിയിട്ട് വേണം എനിക്ക് പോയി കിടന്നുറങ്ങാൻ. രാത്രി കുറേ സമയമായിട്ടുണ്ട് കേട്ടോ. നേരം 10 മണി കഴിഞ്ഞിരിക്കണം, ഉറക്കം വരുന്നുണ്ട്, നേരം പോലത്തെ സ്കൂളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഒരു മോള് പറഞ്ഞു മെച്ച് പോയി കിടന്നോ, ഞാൻ പാത്രമൊക്കെ എന്ത് ചെയ്തോളാം, ഞാൻ മൂറിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഓൾക്ക് ഞാനിത് ഒരേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, വഴമ്പിങ്ങാണ്ട് മുന്നിലേക്ക് കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഫുഡാണ് ഈ ഇറച്ചിയും പൂളിയും. പിന്നെ മോന് കളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുളിച്ച് ഒക്കെ പിന്നെ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. ആ ഗ്രൗണ്ടിൽ പോയി നിരങ്ങിങ്ങാണ്ട് വരുന്നതല്ലേ. അപ്പോൾ ഞാൻ ഫുഡ് കുളിക്കാതെ ഞാൻ എന്ത് ചെയ്യൂല, ഫുഡ് പിന്നെ കൊടുക്കൂല കേട്ടോ. ഞാൻ പോയിട്ടോ. അപ്പോൾ ഇതിന് മോള് പാത്രമൊക്കെ മൂറിയിട്ടുണ്ട്. പിന്നെ ഇത് രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും പോയി ഉറങ്ങി എണീറ്റുള്ളൊരു വീഡിയോയും കൂടിയാണ്. ഞാൻ എണീറ്റ് പോകുമ്പോൾ തന്നെ ഓലെ വിളിക്കും കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ഓല ഇട്ടിട്ടാണ് പോണത്. മോള് നേരെ പോണ കിച്ചണിക്കാട്ടോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ തന്നെ വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ വെള്ളം കുടിക്കാൻ പറയൂട്ടോ ഞാൻ. അപ്പോൾ രാവിലെ വെള്ളമൊക്കെ കുടിക്കും. പിന്നെ മോനിതാ ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കൊട്ടിയതിന് ശേഷമുള്ളൂ എണീറ്റ് പോരുള്ളൂ. ഓൻ മാത്രം കേട്ടോ മുകളിൽ കിടക്കൽ. താഴെ 2 പേര് കിടക്കും, വലിയ മോളും ചെറിയ മോളും അവിടെ കിടക്കും കേട്ടോ. ഓള് പിന്നെ നീച്ച് പോയപ്പോൾ തന്നെ ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ ഞാൻ പിന്നെ അടുക്കളയിൽ കയറിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഡ്രസ്സ് മാറ്റണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ നേരം വൈകുമെന്ന് എഴുതിയപ്പോൾ ഞാൻ ഇല്ല ഡ്രസ്സുമ്പോൾ തന്നെ എന്ത് ചെയ്തിക്കാണ് കയറിയിരിക്കുകയാണ്. നല്ല തണുപ്പ്, കാരണം നല്ല തണുപ്പുണ്ട് രാവിലെ തന്നെ. പിന്നെ ഞാൻ നമ്മുടെ ഈ ഗ്യാസും ഇതൊക്കെ ഒന്ന് കത്തിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുക്കളൻ്റെ ഉള്ളൊന്ന് ചൂടാവും കേട്ടോ. പിന്നെ മക്കൾക്ക് രാവിലെ ഞാൻ മുട്ട പുഴുങ്ങിയതാട്ടോ കൊടുക്കൽ. രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലേ ഇല്ല. ഇപ്രാവശ്യം നാട്ടിൽ കൊണ്ടുപോയാണ് മക്കളെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഇനി മുതൽ പഴമോ അല്ലെങ്കിൽ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ കേട്ടോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ മുട്ട പുഴുങ്ങിങ്ങാണ്ടോ അല്ലെങ്കിൽ നീന്ത്രപ്പഴം പുഴുങ്ങിയതോ കൊടുക്കും കേട്ടോ. അത് കൊടുത്തതിന് ശേഷം
ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കൂൾക്കാട്ടോ കൊടുത്തേക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ഒരു മല്ലി കെട്ടിയൊരു പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 3 മുട്ട ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയും പാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർലിക്സോ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കലാണ് കേട്ടോ. പിന്നെ നീന്ത്രപ്പഴം, മുട്ട അല്ലെങ്കിൽ പിന്നെ നീന്ത്രപ്പഴം കേട്ടോ, നീന്ത്രപ്പഴം പുഴുങ്ങിയത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ആവുന്നതുകൊണ്ട് തന്നെ ഒലിക്ക് ലഞ്ച് ബോക്സ് തുറക്കുന്ന സമയത്ത് നല്ല വിശപ്പുണ്ടാവലുണ്ട് എന്ന് പറയലുണ്ട് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന ഫുഡൊക്കെ എന്ത് ചെയ്യലുണ്ട്, വേഗം കഴിക്കലുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്നത് അങ്ങനെ തന്നെ കേട്ടോ. രാവിലെ കുട്ടികൾക്ക് മുട്ടയോ അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ പിന്നെ ഈ നേന്ത്രപ്പഴം പുഴുങ്ങിയതൊക്കെ കൊടുക്കാൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാനും തന്നെ ഇപ്പോൾ അതന്നെ ഇപ്പോൾ ചെയ്യൽ. അതുകൊണ്ട് എനിക്ക് സുഖമാണ്. രാവിലെ തന്നെ ഫുഡാക്കുമൊന്നും വേണ്ട, സ്കൂൾക്ക് പോകാൻ നേരമാകുമ്പോഴത്തേന് ഓൽക്ക് ആക്കം പോലെ ഫുഡാക്കും. പിന്നെ എല്ലാ ഫുഡോ കുറേ ഫുഡ് ഉണ്ടാക്കും വേണ്ട, 2 നേരം ഓൽക്ക് അതന്നെ കഴിക്കുമ്പോഴേ ഓൽക്കും വെറുക്കുകയാണ്. ഓൽക്ക് പിന്നെ അതിനൊരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മളെ ഇഡ്ഡലിൻ്റെ മാവ്, അതായത് ദോശമാവൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്ത് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുകയാണ്. ഇഡ്ഡലി ചെമ്പ് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് എണ്ണ തടവിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ ഓരോന്നൊക്കെ ഒഴിച്ചങ്ങാണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഫസ്റ്റ് ഞാൻ റെഡിയാക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യൽ, പിന്നെ ഞങ്ങൾക്കുള്ളത് ഞാൻ റെഡിയാക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വലിയ മോൾക്ക് ഇങ്ങനെ ചമ്മന്തി ഇഷ്ടമാണ് കേട്ടോ. മറ്റീറ്റങ്ങൾക്ക് ചട്ടിനി ആയാൽ മതി. അപ്പോൾ സവാളയും വറ്റൽമുളകും പുളിങ്ങിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ വഴറ്റിയതിന് ശേഷം എന്ത് ചെയ്യാണ്, ഇതൊന്ന് അരച്ചെടുക്കാനേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചമ്മന്തി ആണെങ്കിൽ പ്രത്യേകിച്ച് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു തക്കാളിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വെളിച്ചെണ്ണ ഉറങ്ങിയിട്ട് നമ്മളെ പെപ്സി കുപ്പിയിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഇല്ല. അപ്പോൾ അതിൻ്റെ മൂടാണ് ചത്തി കൊടുത്തേക്കാണ്. അപ്പോൾ പിന്നെ ഒരു സ്പൂൺ എടുത്തങ്ങാണ്ട് എടുക്കാമല്ലോ, അല്ലാതെ ഇത് എന്ത് ചെയ്യില്ല, വെളിച്ചെണ്ണ ചൂടാക്കിങ്ങാണ്ട് എടുക്കേണ്ടതാണ് നല്ലത്, അതാണല്ലോ വിചാരിച്ച്. പിന്നെ പാൽ എന്ത് ചെയ്തിട്ടുണ്ട്, തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു ജഗ പുകയാണ് കേട്ടോ മക്കളെ സ്കൂൾക്ക് പറഞ്ഞയക്കുന്ന സമയം വരെ. അപ്പോഴത്തേക്കിന് ഇഡ്ഡലി നല്ല ആവി പൊന്തുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാനൊരു ചട്ടിനി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ചട്ടിനി ടേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് കടല ഇട്ട് കൊടുത്താലും ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇനി കുട്ടികൾക്കില്ല ബൂസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. ബൂസ്റ്റല്ല, ഹോർലിക്സാണ് കേട്ടോ. മുട്ട എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ശരിക്കും അടർന്ന് പോകുന്ന കിട്ടും കേട്ടോ. നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രാവിലെ കുട്ടികൾക്ക് തിന്നാലും പോകില്ല. അപ്പോൾ പാലും മുട്ടയായതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്ക് തിന്നാൽ പോകട്ടെ. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിങ്ങാണ്ട് നേരെ വരും കേട്ടോ കിച്ചണിക്ക്. ആരാണോ ഫസ്റ്റ് വരുന്നത് ഓല് വെള്ളമാക്കി വെക്കും കേട്ടോ. ആര് വന്നാലും ഓലാണ് വെള്ളമാക്കി വെക്കുക കേട്ടോ. ഓല ഡ്യൂട്ടിയാണ് വെള്ളം എടുക്കൽ. പിന്നെ ഞാൻ ഈ കലക്കിയ വെള്ളം അങ്ങനത്തെ വെള്ളങ്ങളൊന്നും കൊടുത്തേക്കല്ല, സാധാരണ പച്ച വെള്ളം തന്നെയാണ് കേട്ടോ കൊടുത്തേക്കൽ. അപ്പോൾ ഓല് ബോട്ടിൽസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ദിവസമായില്ലേ ബോട്ടിൽസൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഓല എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളമാക്കി വെക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഓൽക്ക് കഴിക്കാനുള്ള പാലും റെഡിയാക്കി വെക്കുകയാണ്. വെള്ളതാ ഇവനാക്കിയും കൊണ്ടിരിക്കുന്നുണ്ട്. അധിക ദിവസങ്ങളിൽ ഓൻ തന്നെയാണ് വെള്ളമാക്കൽ. അവർക്ക് കുടിക്കാനുള്ള പാൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ എണീക്കും കേട്ടോ. പക്ഷേ രാവിലെ ഇക്കാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുക്കളയ്ക്ക് വരരുതേ എന്നുള്ളത് കേട്ടോ. എന്തെങ്കിലും ഹെൽപ്പിന് വേണമെങ്കിൽ ചിലപ്പോൾ ഇക്ക വന്നു, ചിലപ്പോൾ രാവിലെ തന്നെ വന്ന് ഇക്കാക്ക് ചായ അത് ഇത് അറിയാം. രാവിലെ ഈ കുട്ടികൾ പോണ സമയത്ത് ചായ അത് ഇത് എന്നുകൊണ്ട് വന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ ഇക്കാൻ്റെ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇക്ക എന്ത് ചെയ്യുള്ളൂ, അടുക്കളയ്ക്ക് കയറലുള്ളൂ കേട്ടോ. അധികം മക്കൾ പോയിട്ടാണ് അടുക്കളയ്ക്ക് വരലുള്ളൂ. അപ്പോഴത്തേക്കിനും എല്ലാവരും വന്നു, ഒരു മുട്ടൊക്കെ ഷെയർ ചെയ്ത് കണ്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മുട്ട തന്നെ കൊടുക്കലുള്ളൂ. ഒരു മുട്ട ഒരു ഗ്ലാസ് പാലും ആക്കിയിട്ട് അങ്ങനെ എന്ത് ചെയ്യും കൊടുക്കും, അത് കഴിക്കൂട്ടോ. പിന്നെ ഓൽക്ക് സ്കൂൾക്ക് കൊടുത്തേക്കാലെ ഇഡ്ഡലി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് നമ്മളെ ചട്ടിനി എന്ത് ചെയ്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചട്ടിനി ഒന്ന് കടർക്കാനുള്ളൂ കേട്ടോ. രാവിലെ ഒരു ജഗ പുകയാണ് കേട്ടോ. രാവിലെ കുട്ടികൾ സ്കൂൾക്ക് പോണ കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ അവസ്ഥ പറയണ്ട. നമുക്ക് ഹെൽപ്പിനും കൂടി ഒരാളില്ലാത്തല്ലോ, ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ടപ്പോൾ അവർക്കൊക്കെ ആക്കി കൊടുക്കാനൊക്കെ ആയിട്ട്.
പിന്നെ നമുക്ക് ഇതൊന്ന് കടുക് പൊട്ടിച്ച് ഒഴിക്കാനുള്ളൂ കേട്ടോ. പിന്നെ ചട്ടിനി ഒരു കാരണവശാലും തിളപ്പിക്കരുത് കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടുങ്ങാണ്ട് കുറച്ച് ഉപ്പും ചേർത്തുങ്ങാണ്ട് നല്ലോണം നരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചമ്മന്തി. എനിക്കും എൻ്റെ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലിൻ്റെ കൂടെ ആ ചമ്മന്തി. മക്കൾക്കും ഇക്കാക്കൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇഡ്ഡലിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ നമുക്കൊരു 10 കൈ ഉണ്ടായാലും നമ്മൾ രാവിലത്തെ പരിപാടി ഒരു ജഗ പുകയാണ് കേട്ടോ. കാരണം മക്കൾക്ക് നേരത്തിന് ഫുഡാണ്, വണ്ടിക്കാർ വന്ന് നിൽക്കും, അപ്പോൾ ആ സമയമാകുമ്പോഴത്തേന് പുറത്തിറങ്ങി നിൽക്കണം, ഒക്കെയാണല്ലോ ചിന്തകൾ. അപ്പോൾ അതാ ഞാൻ എന്ത് ചെയ്തു, ലഞ്ച് ബോക്സ് ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തിയും ചട്ടിനിയൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ ആയിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യാണ്, ഓരോരുത്തർക്ക് എന്ത് ചെയ്യാണ് വെച്ച് കൊടുക്കാണ്ട്. മോള് 3 കൊണ്ടുപോകും, ബാക്കി ഉള്ളവരൊക്കെ 2 കൊണ്ടുപോകുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ അങ്ങനെ മുട്ട കൊടുക്കണോണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പും ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് സമയത്തെല്ലാം ചൂടുണ്ടാവും കേട്ടോ ഈ ലഞ്ച് ബോക്സിലായതുകൊണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാണ്, ചട്ടിനിയും ഇഡ്ഡലിയൊക്കെ എന്ത് ചെയ്യാണ് പാത്രത്തിൽ എന്ത് ചെയ്യണം ആക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മോൾക്ക് മാത്രമേ ചമ്മന്തി വേണ്ടുള്ളൂ, അപ്പോൾ ഞാനത് ചെറിയൊരു ബോക്സിലാക്കിങ്ങാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓലിക്ക് എന്ത് ചെയ്യുന്നുണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി സെക്കൻഡ് ലഞ്ച് ബോക്സിൽ ഫ്രൂട്ട്സ് സ്ട്രോബെറി ആപ്പിളുമാണ് കേട്ടോ ആക്കണത്. പിന്നെ ഒരു ഭാഗത്ത് ഞാൻ ഫ്രൂട്ട്സ് ആക്കും, മറ്റേ ഭാഗത്ത് കുറച്ച് നട്ട്സും പിന്നെ ഒരു ഈത്തപ്പഴം, പിന്നെ എന്തെങ്കിലും കേക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആക്കും കേട്ടോ. അങ്ങനെയാണ് സെക്കൻഡ് ലഞ്ച് ബോക്സ് എന്ത് ചെയ്യൽ ആക്കൽ കേട്ടോ. കാരണം ഓൽക്ക് ഒരു മടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓല് എന്ത് ചെയ്യൂല, കഴിക്കൂല. ഇത് ഓരോന്ന് ഡിവൈഡ് ചെയ്ത് കാണും, സ്കൂളിൽ നിന്ന് അങ്ങനെ അതേമാതിരിക്ക് തന്നെ പിന്നെ ബസ്സിൽ നിന്ന് അങ്ങനെയൊക്കെ കഴിക്കാണ്ട് കേട്ടോ. ഇവിടുന്ന് ബസ്സിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരാനായിട്ട് 3/4 മണിക്കൂറേരം നമ്മൾ വണ്ടിയിലിരിക്കണം കേട്ടോ, കോബാറിൽ നിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ. അപ്പോൾ രാവിലെ തന്നെ ഓലെന്ത് ചെയ്യും, രാവിലെ തന്നെ നേരത്തെ എത്തും. ഒരു 1:30 സ്കൂൾ വിട്ടാൽ തന്നെ 2:40 2:50 ഇങ്ങോട്ട് എത്തലുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ കുട്ടികൾക്ക് വിശക്കൂല. അപ്പോൾ അതിൻ്റെ ഫുഡൊക്കെ ഞാൻ എന്ത് ചെയ്യലുണ്ട്, കൊടുത്തയക്കലുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യാനുള്ളൂ, ലഞ്ച് ബോക്സിൻ്റെ ബാഗൊക്കെ എന്ത് ചെയ്യാനുള്ളൂ, എടുത്ത് വെക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സാണ് ഈ കാണിക്കുന്നത്. അധികം ലഞ്ച് ബോക്സ് ഇങ്ങനെ തന്നെ രാവിലത്തെ ഇതെന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കേട്ടോ ഞാൻ കൊടുത്തേക്കൽ. പിന്നെ നൂഡിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ അതും കൊടുത്തേക്കലുള്ളൂ. അപ്പോൾ അതാ ഒരു കർച്ചീഫ് നിർബന്ധമാണ് കേട്ടോ വെക്കൽ. അപ്പോൾ കർച്ചീഫും കൂടെ എന്ത് ചെയ്യണം, മടക്കിങ്ങാണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 7 ഡേയ്സിൻ്റെ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സ് കൊണ്ടുവരാനാണ് ഓരോരുത്തരും എന്ത് ചെയ്യുന്നത് അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സ് വേറെ ബാഗ് വേറെ ഞാൻ റെഡിയാക്കും കേട്ടോ. കാരണം ലഞ്ച് ബോക്സ് ലീക്കാവുക എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പുസ്തകത്തിൽ കൂടി ആവുമല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ അതാ ഇനി ഇവളെ മുടിയും കൂടി ഒന്ന് വാർന്ന് കൊടുത്താൽ ഇന്നത്തെ പണി ഫുള്ള് കഴിയും കേട്ടോ. അതായത് ഓല റെഡിയാക്കൽ എന്ത് ചെയ്യും, കഴിയും. ആദ്യം 2 മുടി മുടഞ്ഞെടുക്കേണ്ടിയിരുന്നു കേട്ടോ. ഇപ്പോൾ മൂത്താളത് പിന്നെ ഓള് മഫ്തിട്ട് പോകണോണ്ട് തന്നെ അവൾ ഒറ്റ കോമ്പാക്കിങ്ങാണ്ട് മഫ്തിട്ട് പോക്കാണ് കേട്ടോ. മറ്റും മുടി മുടയണ നോക്കി നിൽക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ മുടി മുടയണേന്നുള്ളത്. ഇവക്ക് മുടി മുടയാൻ അറിയാം കേട്ടോ, ഓനും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ മോൾക്ക് ഇതുവരെ മുടി മുടയാനോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കേട്ടോ. അത് പിന്നെ അങ്ങനെയല്ലോ, വലിയ കുട്ടികളെ നമ്മൾ കൊഞ്ചിച്ച് വളർത്തും. ഇവരെ പിന്നെ ഓലൊക്കെ കുറേ കോല കാര്യങ്ങൾ തന്നെ ഓല് നോക്കണുണ്ട്. പിന്നെ നമുക്ക് കുറേ ഒരു ഭാരമില്ല കേട്ടോ. അപ്പോൾ അതാ ഓളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓനെ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ, ഓളെങ്ങനെ ഒരുക്കണേ, ഓളെന്താ ചെയ്യണേ ഒക്കെ നോക്കും കേട്ടോ. കാരണം ഒരു രണ്ടാളും ഒപ്പമായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ തമ്മിൽ ഓൽക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ കോട്ടിൽ നിർബന്ധമാണ്. പാവം തോന്നും കേട്ടോ ഈ രാവിലെ തന്നെ ഈ പോണ കാണുമ്പോൾ തന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, കാരണം നല്ല തണുപ്പാണ്. ഈ തണുപ്പടുത്ത് കുട്ടികൾ സ്കൂൾക്ക് പോകണവരെ സമ്മതിക്കണം കേട്ടോ. രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞങ്ങാണ്ട് രാവിലെ കോട്ടിട്ടുങ്ങാണ്ട് പോണ കണ്ട് ചിലപ്പോൾ അങ്ങനെ നിന്ന് വറക്കുക കേട്ടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ അയക്കൂല, കാരണം പുറത്തേക്ക് കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് വരുന്ന കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇവിടെ വയ്യിൽ നിൽക്കാൻ പറയും. അപ്പോൾ ബസ് വന്നു കഴിഞ്ഞാൽ ഓർണടിക്കും, അപ്പോൾ പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം തണുപ്പാണ്, പുറത്തിങ്ങനെ പോയി നിൽക്കുക കറിയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, പുറത്തേക്കൊന്ന് ഇറങ്ങിങ്ങാണ്ട് എന്താണ് പുറത്തത്തെ അവസ്ഥ എന്നുള്ളത്. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പ് കാരണം നല്ല തണുപ്പാണ്. ഓരോരുത്തർ പോയിട്ട് അതിൻ്റെ ബാക്കിൽ കൂടി ഞാനും പോകുന്നുണ്ട്. ഇക്ക നീച്ചിട്ടുണ്ട് കേട്ടോ. ഇക്ക ഞാൻ അടുക്കളയിൽ പോയിട്ട് ഇക്കാൻ്റെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കുടി കഴിഞ്ഞിട്ടുള്ളൂ. കണ്ടല്ലോ, നേരം ശരിക്കും വെളുത്തിട്ടേ ഇല്ല കേട്ടോ. ഇങ്ങനെ ഇരുട്ട് മാറിക്കാണ്ട്, അത് വൈകുന്നേരം മാറിക്കാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അത് ആ മോളവിടെ പോയി നിന്ന് അപ്പം ഇങ്ങോട്ട് പോരി എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഞാൻ അവളെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മക്കൾ സ്കൂൾക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവരോടും ബൈ.